ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. സെക്കറിയാവിനോട് പറയാ, ഹല്ലേലൂയ, സെക്കറിയാവേ, ഞാനൊരു പേര്, ദൈവം എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ദൈവം എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നിനക്കൊരു തലമുറയെ തരാമെന്ന് മാത്രമല്ല പറയുന്നത്. സ്തോത്രം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സ്തോത്രം, ദൈവം നിനക്കൊരു തലമുറയെ തരാൻ പോകുന്നതിന്റെ പേരെന്താണെന്നറിയോ? യോഹന്നാൻ. സ്തോത്രം. അപ്പൊ ആ കുടുംബത്തിൽ കിടക്കുന്ന പേരെന്തോരെന്നറിയോ? മച്ചി. സ്തോത്രം. മച്ചി എന്ന് പറഞ്ഞ് ലോകമിട്ട പേരിനെ എന്റെ സ്വർഗത്തിലെ ദൈവം അങ്ങോട്ട് തുടച്ചു നീക്കിയിട്ട്, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഒരു പേരിനെ കൽപ്പിച്ചാക്കുക. ഇന്ന് രാത്രി ആത്മാവ് ശക്തമായിട്ട് ഒരു ദൂതിനകത്ത് കൈമാറുക. ആരൊക്കെയോ നിന്റെ വീടിനെ നോക്കി, ആരൊക്കെയോ നിന്റെ തലമുറയെ നോക്കി, ആരൊക്കെയോ നിന്റെ കുടുംബത്തെ നോക്കി ഇട്ടിരിക്കുന്ന ചില പേരുകളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് നിന്ന് തുടച്ചു നീക്കിയിട്ട് സ്വർഗം ഇന്ന് രാത്രി നിനക്കൊരു പേരിനെ കൽപ്പിച്ചു തരാൻ പോകുക. അവന്റെ വായി കൽപ്പിക്കുന്ന ഒരു പുതിയ പേര്. നിന്റെ വീടിന് ദൈവം പുതിയൊരു പേര് തരാൻ പോവുക. നിന്റെ തലമുറയ്ക്ക് ദൈവം പുതിയൊരു പേര് തരാൻ പോവുക. നിന്റെ കുടുംബത്തിന് ദൈവം പുതിയൊരു പേര് തരാൻ പോകുക. ഇതുവരെ നീ അനുഭവിച്ച നിന്ദകളെ മുഴുവൻ ഉരുട്ടി മാറ്റുന്ന ഒരു പുതിയ പേരിനെ ഈ രാത്രി ദൈവം തരാൻ പോകുക. നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ ഭാവിയെ നോക്കി പ്രവചിക്കണം. ഇന്ന് രാത്രി കാലം നിങ്ങൾ എന്നെ നോക്കിയിരിക്കരുത്. നിങ്ങളുടെ ഭാവിയെ നോക്കി, നിങ്ങളുടെ സാഹചര്യത്തെ നോക്കി ഈ രാത്രി നീ പ്രവചിച്ചോ, എനിക്ക് വേണ്ടി ദൈവം ഒരു പുതിയ പേര് കൽപ്പിച്ചിരിക്കുക. ഈ 7-ാം മാസത്തിൽ ആ പേര് ഞാൻ റിസീവ് ചെയ്യാൻ പോകുക. ആ പേരിന്റെ വിടുതലുകളെ ഞാൻ ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ പോകുകയാണെന്ന് പറയുന്നവർ ഇന്ന് രാത്രി കാലം ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി അതിനെ നീ സ്വീകരിക്കുക. വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വേഗത്തൊന്ന് വായിച്ചു. ഉൽപ്പത്തി 17-ന്റെ 4-ാമ. യെസ്, യെസ്, സ്തോത്രം. അടുത്ത വാക്യം കൂടെ. Yes. Yes. മതി. സോദരൻ, നിങ്ങൾ നോക്കിയാണ്, ഒരു പേര് മാറുമ്പോൾ ഒരുത്തന്റെ ചരിത്രം മാറാൻ പോവുകയാണ്. നിങ്ങൾ വിചാരിക്കരുത് ഒരു പേര് മാറുന്ന നിസ്സാര കാര്യമെന്ന് വിചാരിക്കരുത്. ഒരുത്തന്റെ പേര് മാറുമ്പോൾ ഒരുത്തന്റെ ചരിത്രം മാറുകയാണ്. പേര് മാറുമ്പോൾ ചരിത്രം മാറും. പേര് മാറുമ്പോൾ ചരിത്രം മാറും. പേര് മാറുമ്പോൾ ചരിത്രം മാറും. അബ്രഹാമിനോട് പറയാണ്, അബ്രഹാമേ സ്തോത്രം, ഞാൻ നിന്നെ വിളിച്ചു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ദൈവം ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലോ, അവന്റെ അനുഗ്രഹത്തിലേക്ക് അവൻ കയറുന്നതിന് മുമ്പേ ദൈവം പറയും, അബ്രഹാമേ നിന്റെ പേരിനെ ഞാൻ ചേഞ്ച് ചെയ്യാണ്. അബ്രഹാം എന്നുള്ള പേരിനെ ഞാൻ മാറ്റി അബ്രഹാം എന്ന് നിന്റെ പേരിനെ ആക്കുകയാണ്. കാരണം നീ ബഹുജാതികൾക്ക് പിതാവായി മാറണം. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂതിന്റെ ആഴം പിടികിട്ടുന്നുണ്ട്? ഇന്ന് രാത്രി സ്വർഗത്തിൽ ദൈവം എനിക്കും നിനക്കും വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഏതൊക്കെയോ അനുഗ്രഹങ്ങളെ നിന്റെ മേൽ റിലീസ് ചെയ്യുവാൻ തക്കവണ്ണം ഈ രാത്രി ദൈവം പറയുന്നു, നിന്റെ പേരിനെ ഞാൻ ചേഞ്ച് ചെയ്യാം. ഓ, ഇന്ന് രാത്രി ആരുടെയൊക്കെ പേരിന്റെ മേൽ കിടക്കുന്ന ശാപങ്ങളെ ഈ രാത്രി കാലം ദൈവം അഴിച്ചു മാറ്റാൻ പോകുക. ആരുടെയൊക്കെ പേരിന്റെ മേൽ ലോകം പറഞ്ഞു വെച്ച ശാപങ്ങളെ, ലോകം പറഞ്ഞു വെച്ച നെഗറ്റീവുകളെ ഈ രാത്രി കാലം സ്വർഗത്തിലെ ദൈവം നീക്കിയിട്ട് പറയുന്നു, ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാകിയാൽ ഈ രാത്രി കാലം നിന്റെ മേൽ ഒരു അനുഗ്രഹത്തെ പകരുവാൻ ഇന്ന് രാത്രി കാലം നിന്റെ പേരിനെ, അവന്റെ അവസ്ഥകളെ ഞാൻ ചേഞ്ച് ചെയ്യുക. രാത്രി ഹല്ലേലൂയ, ഒരുത്തിന്റെ പേര് മാറാന്ന് പറഞ്ഞ അവന്റെ ചരിത്രം മാറുക. ഒരുത്തിന്റെ പേര് മാറുക എന്ന് പറഞ്ഞവന്റെ ചരിത്രം മാറുക. ഈ രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക പരിശുദ്ധ ശക്തമായിട്ട് പറയുന്നു, ഇന്ന് രാത്രി ആരുടെയൊക്കെ ചരിത്രത്തിനകത്ത് മാറുക. നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളെ നോക്കി പ്രവചിക്കാൻ പറ്റുമെങ്കിൽ ഈ രാത്രി പ്രവചിച്ചോ, കർത്താവേ എന്റെ ലൈഫിനകത്തിൽ ആരൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കുന്ന മുഴുവൻ നെഗറ്റീവുകളെയും ക്യാൻസൽ ചെയ്തുകൊണ്ട് ഈ മീറ്റിംഗിന്റെ നടുവിൽ ഈ ജൂലൈ മാസം ഞാനൊരു പേരിടുകയാ. കർത്താവേ ഇന്ന് രാത്രി നീ കരുതുന്ന ദൈവമായി വെളിപ്പെടും. ഹല്ലേലൂയ. ബഹുജാതികൾക്ക് പിതാവാക്കി മാറ്റുന്നതിന് മുമ്പേ അബ്രഹാമിന്റെ പേരിനെ ചേഞ്ച് ചെയ്തതുപോലെ ഇന്ന് രാത്രി കാലം എന്റെ പേരിനെ ചേഞ്ച് ചെയ്യാൻ പോകുക. എന്റെ അവസ്ഥകളെ ചേഞ്ച് ചെയ്യാൻ പോകുക. ദൈവം എന്നെ പുതിയൊരു തലത്തിലേക്ക് ഈ രാത്രി കൊണ്ടുവരുന്ന രാത്രിയാ. ഇന്ന് രാത്രി പേര് മാറുമ്പോൾ അതിന്റെ പിറകിൽ ഒരു പാക്കേജ് ഉണ്ട് കേട്ടോ. പേരും ഇന്ന് രാത്രി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു ഇവിടെ വിശ്വസിച്ചോ, ഇതിനകത്തിൽ നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവശബ്ദം, നിന്റെ പേര് മാറ്റുന്നു എന്നുള്ള ദൈവശബ്ദത്തെ നീ വിശ്വസിക്കുമ്പോൾ പിറകെ ഒരു ബ്ലെസ്സിങ് വരികയാണ്.
പിറകെ ഒരു ബ്ലെസ്സിങ് വരികയാ. ഹല്ലേലൂയ. പിറകെ ഒരു ബ്ലെസ്സിങ് വരിക. അബ്രഹാമേ, നിന്റെ പേര് ബഹുജാതികൾക്ക് പിതാവെന്ന് ഞാൻ ഇടുമ്പോൾ അടുത്തത് നീ ചില പൊസിഷനുകളിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുക. നീ ചില പൊസിഷനുകളിലേക്ക് പോയി ഇരിക്കാൻ പോകുക. ഇന്ന് രാത്രി ആർക്കായി ദൂതനെ വിശ്വസിക്കാൻ പറ്റുന്നത്? ചില പൊസിഷനുകളിലേക്ക് ചിലതിനെ ദൈവം ഇന്ന് രാത്രി ഇരുത്തത്തക്ക നിലവാരത്തിൽ ചിലതിന്റെ പേരുകളെ ഇന്ന് രാത്രി ദൈവം ചേഞ്ച് ചെയ്യാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. അജിതേ എന്നെ ഒരു കമ്പനിയുടെ സിഇഒ ആക്കുമ്പോൾ സ്തോത്രം, ആദ്യം ഞാൻ സിഇഒ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരികയല്ല ചെയ്യുന്നത്. ആദ്യം അവര് ഹല്ലേലൂയ സ്തോത്രം ഒരു ലെറ്റർ ഓൾ എംപ്ലോയീസിന് അയക്കും. ഇന്ന ആളിനെ സ്തോത്രം ഹല്ലേലൂയ ഈ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആക്കി എന്ന് പറഞ്ഞു ഒരു ലെറ്റർ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു വെൽക്കം ലെറ്റർ പോലെ ഈ ലെറ്റർ അങ്ങോട്ട് ഓൾ എംപ്ലോയീസിന് അയക്കും. പുറകെ ആള് വരുന്നത് ഇന്ന് രാത്രികാലം വിശ്വസിച്ചോ, ഇതിനകത്തിൽ ചില അപ്പോയിന്റ്മെന്റ് ലെറ്ററുകൾ സ്വർഗത്തിലെ ദൈവം അടുത്ത ദിനങ്ങൾ ചില പൊസിഷനുകൾക്കകത്തിൽ ചിലതിനെ കൊണ്ടിരുത്താൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇവിടെ റിലീസ് ചെയ്യുക. നീ വിശ്വസിച്ചോ, ആത്മമണ്ഡലത്തിൽ ചിലത് റിലീസ് ചെയ്താൽ ഭൗതിക മണ്ഡലത്തിൽ നീ അത് കാണും. ഈ രാത്രി ആരാ വിശ്വസിക്കുന്നത്? ഈ മീറ്റിംഗിനകത്തിൽ ആത്മമണ്ഡലത്തിൽ ചില ലെറ്ററുകൾ ചില പേരുകളെ ദൈവം റിലീസ് ചെയ്യുമ്പോൾ നിന്റെ ഭൗതിക മണ്ഡലത്തിൽ നീ അത് കാണാൻ പോകുക. സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാവുന്ന അറിയത്തില്ല. സ്തോത്രം. എല്ലാ വിടുതലുകളും സംഭവിക്കുന്ന ആദ്യം എവിടാന്നറിയോ? ആത്മമണ്ഡലത്തിലാണ്. എല്ലാ പ്രതിസന്ധികളും സെറ്റ് ചെയ്യുന്ന എവിടാന്നറിയോ? അതും ആത്മമണ്ഡലത്തിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി അഭിഷിക്തന്മാർ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ അത് ചുമ്മാതൊരു കുഞ്ഞുകളിയല്ല, ആത്മമണ്ഡലത്തിൽ യുദ്ധങ്ങൾ നടക്കുക. നിനക്ക് തരുത്തില്ലെന്ന് പറഞ്ഞ ഹല്ലേലൂയ നിന്റെ കരത്തിലേക്ക് ശത്രു എത്തിക്കത്തില്ലെന്ന് പറയുന്ന ചിലതിനെ സ്വർഗത്തിലെ ദൈവം ഇവിടെ ഈ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ അഭിഷിക്തന്മാർ ഇവിടെ ചിലത് പ്രഖ്യാപിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ഏഞ്ചൽ സജീവമാകുക, ദൈവത്തിന്റെ ദൂതന്മാർ സജീവമാകുക. ആ ദൂതന്മാർ പുറപ്പെട്ടിട്ട് നിന്റെ കരത്തിലേക്ക് എത്തിക്കത്തില്ലെന്ന് പറയുന്ന ചില വിടുതലുകള് ദൈവത്തിന്റെ ദൂതന്മാർ ആത്മമണ്ഡലത്തിൽ ഇന്ന് രാത്രി റിലീസ് ചെയ്യുമ്പോൾ ഭൗതിക മണ്ഡലത്തിൽ നിന്റെ കരത്തിലേക്ക് അത് എത്തപ്പെടുക. ഭയങ്കരപ്പെട്ട പരിശുദ്ധ അമ്മ ഇടപെടുന്ന ഒരു കാര്യം. ഈ സ്തോത്രം ദാവീദ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഫെലിസ്ത്യനായ ഗോലിയാത്തിനെ നേരിടാൻ ചെല്ലുമ്പോൾ ഏകദേശം അവിടെ 40 ദിവസം ശത്രു വെല്ലുവിളിക്കുക. 40 ദിവസമായിട്ട് ശത്രു വെല്ലുവിളിക്കുക. 40 ദിവസമായിട്ട് ഇസ്രായേലിൽ എന്തുകൊണ്ട് ജയം ലഭിക്കുന്നില്ല? 40 ദിവസമായിട്ട് ഇസ്രായേലിൽ എന്തുകൊണ്ട് ജയം ലഭിക്കുന്നില്ല? കാരണം 40 ദിവസമായിട്ട് അവിടെ ഒറ്റ ഒരുത്തൻ പോലും യഹോവയുടെ നാമത്തെ ഉയർത്താനില്ല. ആ പട്ടണത്തിൽ യഹോവയുടെ നാമമെന്ന് പറയാൻ ഒരുത്തൻ പോലും കഴിഞ്ഞ 40 ദിവസമില്ല. ഹല്ലേലൂയ. 40 ദിവസം യഹോവയുടെ നാമം ഉയർത്താൻ ആ പട്ടണത്തിൽ ഒരുത്തൻ ഇല്ലാതിരിക്കുമ്പോൾ ശത്രു പ്രബലപ്പെടുക. ഇന്ന് രാത്രി കാലം ഞാൻ ആത്മാവിന് ദൂത് കൈമാറാം. ദേശത്ത് നീ യേശുവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ആത്മമണ്ഡലത്തിൽ ദുർഭൂത ശക്തികൾ ദുർബലപ്പെടുകയും അവിടെ ദൈവസഭ ഉറക്കുകയും ചെയ്യുക. ഇന്ന് രാത്രികാലം ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് നീ യേശുവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, പട്ടണത്തിൽ യേശുവിന്റെ നാമം ഉറക്കപ്പെടുക.